ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ചെറി വർഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അത് ഗ്രൂമി ചാമ എന്ന് പറയും. അതാണ് ഇത്. നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിന് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രീൻ കളറിലും നെക്സ്റ്റ് അതൊരു റെഡിഷ്, പിന്നെ പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ ആകുമ്പോഴാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ഗ്രീൻ കളറുള്ള ബെറി കാണിച്ചു തരാം. ഇതാണ് ഗ്രീൻ കളറിൽ ഇതുണ്ടാവുക. ഫ്ലവർ കാണാൻ നല്ല പൂക്കാവടി പോലെ ഫുള്ള് ഫ്ലവർ ഉണ്ടാവും. നെക്സ്റ്റ് ഇത് റെഡ് കളറിലാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ബെറ്ററായിട്ട് ഒരു ഗ്രേപ്സിൻ്റെ കളർ പോലെ, അത്രയല്ല, ഒരു റെഡിഷ് ഗ്രേപ്സിൻ്റെ കളർ വരും. നെക്സ്റ്റ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഫുൾ ബ്ലാക്ക് ആവും. ഫുൾ ബ്ലാക്ക് ആകുമ്പോൾ അതിന് മധുരം വരുള്ളൂ. ഇപ്പോഴും ഇനി അത് ബ്ലാക്ക് ആയിട്ടില്ല. ഇനി ഒരു 2 more days അല്ലെങ്കിൽ 2 daysൻ്റെ ഉള്ളിൽ ഫുള്ള് ബ്ലാക്ക് ആവും. പക്ഷേ ഫുൾ ബ്ലാക്ക് ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും കിളികൾ വന്നിട്ട് അത് കൊണ്ടുപോകും. നല്ലൊരു കുറ്റിച്ചെടി പോലെ ഓർണമെൻ്റൽ പ്ലാന്റ് പോലെ വയ്ക്കാൻ പറ്റും. ചെടിച്ചട്ടിയിലൊക്കെ വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര വലിപ്പമൊന്നും വന്നിട്ടില്ല. ഈ ഇലയ്ക്കും കാണാൻ നല്ല ഭംഗി. ഫസ്റ്റ് കൂമ്പ് വരുമ്പോൾ യെല്ലോയിഷ് കളറുള്ള കൂമ്പെല്ലാം വരും. ഫ്ലവറിങ് കണ്ടു കഴിഞ്ഞാൽ മൊത്തം ഫ്ലവറും ഹണീബിയും നിറച്ച് ഇതിൻ്റെ മേലെ ഉണ്ടാവും. ഇതൊരു ചെറി വർഗത്തിൽപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് റിയോ ഗ്രാൻഡ് ചെറി. ഇതും കുഴപ്പമില്ല. അത് നല്ല മധുരമാണ്. ഞാനന്നൊരു ഷോർട്സിലിട്ടുണ്ടായിരുന്നു. നല്ല സ്വീറ്റുള്ള ചെറിയാണ്. ഇതും നമുക്ക് നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നു, നല്ല ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഒരു ചെറിയാണ് ലില്ലി പില്ലി. ഇത് ഞാൻ മരം വലുതായിട്ട് ഇതുവരെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല കളറും നല്ല ഭംഗിയും ഒക്കെയുള്ള ഒരു മരമാണ്. എപ്പോഴും ബട്ടർഫ്ലൈയും ഇതൊക്കെ വന്നിരിക്കും. കുഴപ്പമില്ലാത്ത നല്ലൊരു മരമാണത്. അധികം സ്ഥലമൊന്നും വേണ്ട, ചെറിയ സ്ഥലമുള്ളവർക്കും ഇത് വളർത്താൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ഇതിൻ്റെ വിശേഷം. 3 തരം പ്ലാന്റ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി.